തന്നെ എഴുന്നേൽക്കേണ്ടി വന്നു. ബിക്കോസ് ഇന്ന് ഫുൾ ക്ലാസ്സാണ്. രാവിലെ 9 മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ രാത്രി 9 മണിക്ക് ക്ലാസ് തീരൂ. പണ്ടൊക്കെ എന്ത് സുഖമായിരുന്നല്ലേ. രാവിലെ മമ്മിയെ ഏൽപ്പിക്കുന്നു, ഭക്ഷണം തരുന്നു, റെഡിയാക്കുന്നു, സ്കൂളിൽ കൊണ്ടാക്കുന്നു, ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, കുറച്ച് നേരം പഠിക്കുന്നു, വീണ്ടും ഉറങ്ങുന്നു. അടിപൊളി ലൈഫ്. അതും കൂടാതെ സാറ്റർഡേ സൺഡേ ലീവ്. വേറെ എന്ത് വേണം? ഇപ്പോൾ കഥ മൊത്തം മാറിയില്ലേ. നമ്മൾ തന്നെ എഴുന്നേൽക്കണം, നമ്മൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം, നമ്മൾ തന്നെ കഴിക്കണം, എന്നിട്ട് നമ്മൾ തന്നെ കോളേജിൽ പോകണം. കാലം പോകുന്നൊരു പോക്കേ. അതെന്തായാലും അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇപ്പം ഞാൻ തൽക്കാലം നിങ്ങളെൻ്റെ ഒരു വീക്ക് ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം. ഇത് ഓണം വീക്കാണ്. അപ്പോൾ അത്തപ്പൂക്കളോടുന്നതും സദ്യ കഴിക്കാൻ പോകുന്നതും പായസം ഉണ്ടാക്കുന്നതും അതൊക്കെ കാണാം. ഒരു ഫുൾ ഡേ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ എനിക്കൊരു യോഗേർട്ട് മസ്റ്റാണ്. അപ്പോൾ ഒരു ഫ്ലേവേർഡ് യോഗേർട്ടും കഴിച്ച് എനിക്ക് എപ്പിഡമോളജിയിൽ കുറേ വായിക്കാനുണ്ടായിരുന്നു. അത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ പിറ്റേ അന്ന് എൻ്റെ 2 ഫ്രണ്ട്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ ഗ്രോസറി ഷോപ്പിങ്ങിന് ഇറങ്ങി. ഒരാഴ്ചത്തെ ഷോപ്പിംഗ് അങ്ങനെ തീർന്നു കിട്ടി. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഓണം അവേ ഫ്രം ഹോം. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൂവൊക്കെ മേടിച്ച് ഒരു ചെറിയ പൂക്കളൊക്കെ ഇട്ട് എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. സാരില്ല പോട്ടെ, അടുത്ത ഓണം വീട്ടിൽ കൂടാമെന്ന് ഓർത്തിട്ട്. പക്ഷേ എന്നാലും ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് വരുന്നതിനേക്കാളും മുമ്പേ സദ്യ കഴിച്ചിട്ടാണ് വന്നത്. അപ്പം എനിക്ക് അത്ര വിഷമം ഉണ്ടായില്ല. എന്നാലും വീട്ടിൽ നിന്ന് മാറി നിന്ന് ആദ്യത്തെ ഓണമായതുകൊണ്ട് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ വിട്ടു എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക്. അന്ന് ഈവനിങ് ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓണത്തിൻ്റെ അന്ന് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ റെഡിയാവലായി, ബഹളമായി, ഓണപ്പാട്ടായി, ഓണം വൈബായി. നമ്മൾ പുറത്ത് പോയി കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് ഒരു 2 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ. 3 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് പായസം കുടിച്ചാലോ എന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് ദുബായിൽ നിന്ന് വന്നപ്പം പായസം മിക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പായസം ഉണ്ടാക്കലായി. നീ എന്താ ചെയ്യാൻ പോണേ? പായസം ഉണ്ടാക്കാൻ പോവാണ്. എന്റെ ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ കാണും. ഹാപ്പി ഓണം. നമ്മളപ്പോ പായസം ഉണ്ടാക്കാൻ പോവാണ്. സോറി പാല് ഒഴിക്കണം. നമ്മൾ കിഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റെഡ് സേഫ് ഫോർ കിഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഏറ്റെടുത്തിട്ടുണ്ട് ഒരാള്. അങ്ങനെ വായിക്കാൻ പോവാണ്. മനുഷ്യത്തി മതിയോ? Okay. Boil 1.5 liter of milk in a wide mouth, thick bottom vessel or pressure cooker without lid. ഇത് എത്രയുണ്ട് അമ്മ അറിഞ്ഞൂടാ? കൊറേ ഉണ്ട്. എടുത്ത് കുടിച്ചോ. ഐസ് ഉണ്ട്, എടുത്ത് വായിലിട്ടോ. ഇടട്ടെടി, ഇട്ടോ. ഈ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കഴിക്കാൻ പോയി. നല്ല സദ്യയായിരുന്നു, കുഴപ്പമില്ലാത്ത സദ്യയായിരുന്നു. സദ്യ കഴിച്ചൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. ബിക്കോസ് അന്നത്തെ ദിവസം തന്നെയായിരുന്നു ഞങ്ങളുടെ കോളേജിലെ വെൽക്കം പാർട്ടി. അപ്പോൾ
റെഡിയാവുക, ഭക്ഷണം കഴിക്കുക, തിരിച്ചു പോവുക, വീണ്ടും റെഡിയാവുക, പാർട്ടിക്ക് പോവുക. അതായിരുന്നു വൈബ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലെത്താൻ 2 മണിക്കൂർ വൈകിയെങ്കിലും നേരത്തെ തന്നെ തിരിച്ചു വന്നു. ഒരു ദിവസം ഇത്ര പരിപാടികൾ ഉണ്ടായതുകൊണ്ട് അത്ര എനർജി ഉണ്ടായില്ല ലേറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി. അടുത്ത സെറ്റ് ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് അവർ കേക്ക് മുറിച്ച് ഞങ്ങൾ കേക്കും കഴിച്ച് ഭക്ഷണവും കഴിച്ച് തിരിച്ചു വന്നു. അതായിരുന്നു ഞങ്ങളുടെ ഒരു വീക്ക് ഇൻ മൈ ലൈഫ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ഇനി നമുക്ക് അവർ കുറച്ച് പടക്കം പൊട്ടിക്കുന്നത് കാണാം, എന്നിട്ട് നമുക്ക് തീർക്കാം. ഓക്കെ, ബൈ ഡൂഡിൽസ്.